രേണു സുധിയാണ് സോഷ്യൽ മീഡിയയിലെ സജീവ ചർച്ച. അധിക്ഷേപങ്ങളും ആരോപണങ്ങളും തുടരെ വരുമ്പോഴും എല്ലാം അവഗണിച്ച് രേണു മുന്നേറുന്നു. അന്തരിച്ച ഭർത്താവ് കൊല്ലം സുധിയുടെ കഴിഞ്ഞ കാലവുമായി ബന്ധപ്പെടുത്തിയും രേണുവിന് നേരെ കുറ്റപ്പെടുത്തലുകൾ വരുന്നു. കൊല്ലം സുധിയുടെ ആദ്യ ഭാര്യ മരിച്ചിട്ട് വർഷങ്ങളായി. സുധിയുമായി പിരിഞ്ഞു കുറച്ചു വർഷങ്ങൾക്ക് ശേഷം ആത്മഹത്യ ചെയ്യുകയായിരുന്നു അവർ. ആദ്യ ഭാര്യ ഉപേക്ഷിച്ച ശേഷമാണ് തന്റെ ജീവിതത്തിലേക്ക് രേണു വന്നതെന്ന് കൊല്ലം സുധി നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കൊല്ലം സുധിയുടെ രണ്ടാം ഭാര്യ താനായിരുന്നുവെന്ന് അവകാശപ്പെട്ട് വീണ എന്ന സ്ത്രീ ഈ അടുത്ത് രംഗത്ത് വന്നു. തന്റെ ഭർത്താവായിരുന്നപ്പോൾ സുധി രേണുവുമായി ചാറ്റ് ചെയ്തെന്നും അവരുടെ ബന്ധം അറിഞ്ഞപ്പോൾ താൻ പിരിയുകയായിരുന്നെന്നും വീണ വെളിപ്പെടുത്തി. ഇതേക്കുറിച്ച് വീണ്ടും സംസാരിക്കുകയാണിപ്പോൾ വീണ. യൂഷ്വൽ സൈക്കോ എന്ന യൂട്യൂബ് ചാനലിലാണ് രേണുവിന്റെ ശബ്ദരേഖ പുറത്തു വന്നത്. നിയമപരമായി സുധിയെ വിവാഹം ചെയ്തത് വീണയാണെന്ന് പറയുന്നുണ്ട്. രേണു വിവാഹ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞു കാണിക്കുന്ന രേഖ വ്യാജമാണെന്നും വീണ വാദിക്കുന്നു. മാരേജ് സർട്ടിഫിക്കറ്റിന്റെ കാര്യം രേണു ഒരു അഭിമുഖത്തിൽ പറഞ്ഞപ്പോൾ താൻ അതേക്കുറിച്ച് അന്വേഷിച്ചു. ഇപ്പോൾ ഉണ്ടാക്കിയ മാരേജ് സർട്ടിഫിക്കറ്റ് ആണെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞതെന്നും രേണു പറയുന്നതെല്ലാം കള്ളത്തരമാണെന്നും നേരിട്ട് അവളെ കണ്ടാൽ അടിച്ചവളുടെ ചെവിക്കല്ല് ഞാൻ പൊട്ടിക്കും. ഇനി ഏത് സഭയിലാണെങ്കിലും എത്ര ആൾക്കൂട്ടത്തിലാണെങ്കിലും ഇതിന്റെ പേരിൽ എത്ര കോടതി കയറി ഇറങ്ങിയാലും പ്രശ്നമില്ലെന്നും വീണ പറയുന്നു.